നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ നമ്മൾ ലെയർ ചെയ്തെടുത്ത തായ്പിങ്കി പേരിൻ്റെ തൈനെ കുറിച്ചാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 2 മാസം മുന്നേ നമ്മൾ ലെയർ ചെയ്തെടുത്ത തൈയാണിത്. അല്ലേ, ചെറിയ തൈയാണ്. ഇതിന്മേൽ ഒരുപാട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് പറഞ്ഞാൽ 10 ഈ തൈയിനനുസരിച്ചൊരു 10, 12, 15 ഫ്ലവറോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ കായായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കളയുന്നില്ല, നിർത്താൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണാർത്ഥം ഇതുമ്മേ നിർത്തുകയാണ്. എന്താ ആവുകയെന്ന് അറിയാലോ. നമുക്ക് ചെറിയ അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്. കാരണം ചെറിയ തൈയാണ്, വളം ഒരുപാട് ഫ്ലവർ ചെയ്താൽ ചിലപ്പോൾ തൈ മുരടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഫ്ലവർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിന്മേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ രണ്ടെണ്ണം കായായിട്ടുണ്ട്. ഇത് കായായിട്ടുണ്ട്, ഇത് രണ്ടും. പിന്നെ അതുപോലെ ഇവിടെ 2 ഫ്ലവർ, 4 ആയില്ലേ. ഇവിടെ 2 ഫ്ലവർ, 4, 2, 6, 8, 10. ഇവിടെ താഴെ 11. ഇനി ഇവിടെ താഴെ 12, 13. ഇവിടെ 2 കായ, 14, 15. അങ്ങനെ 15 ഇനി ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. അങ്ങനെ ഒരു 10, 17 ഫ്ലവർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചെറിയ തൈയാണ്, അത് കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല. ഞാൻ ഇത് ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ ഈ ഫ്ലവർ വന്നതിൻ്റെ ഇവിടെ തളിര് ഭാഗം ഇവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിൻ്റെയും തളിര് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ പുതിയ ഫ്ലവർ വരും. നമ്മൾ പ്രൂൺ ചെയ്താലും ലെയർ ചെയ്തെടുത്താൽ പെട്ടെന്ന് കായ ഉണ്ടാവും കേട്ടോ. ഈ തായ്പിങ്ക് പേര പ്രത്യേകിച്ച് ഇതൊരു തോന്നുന്നു 2 മാസം കൊണ്ട് തന്നെ നമുക്ക് പേരൊക്കെ പറിച്ചെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള പേരാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചത് ഇതിലുണ്ട്. അതിൻ്റെ മദർ പ്ലാന്റിൽ നമ്മൾ പറിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് നമ്മൾ തായ്പിങ്കിൻ്റെ തൈ. ഇതിന് വളമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇന്നലെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ മിക്സ് ചെയ്തിട്ട് കൊടുത്തിരുന്നു. അത് നമ്മളെല്ലാ ചെടിക്കും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിന് എല്ലാത്തിനും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്തി, ഇത് നമ്മളെ അത്തിമരാണ്. അത്തി ഇത് ഇസ്രയേലത്തി, ഇത് തുർക്കിൻ്റെ അത്തിയാണിത്. ഇത് കണ്ടില്ലേ, അത്തിപ്പഴം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായതിനെ തൈയാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല തൈയാണിത്. അത്യാവശ്യം നല്ല വലിപ്പമല്ല കടവണ്ണൊക്കെ ഉള്ള ഒരു തൈയാണിത്. ഇതിന്നൊക്കെ കുറേ ഒരുപാട് തൈകൾ നമ്മൾ ഇതുമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10, 12 തൈ നമ്മൾ ഇതുമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നീള അത്തിപ്പഴം ഉണ്ടാകും. ഇത് അത്തിപ്പഴം ഉണ്ടാകാനാണ് ഈ കാണുന്നത്. ഇത് അതിനൊരു തൈയാണ്. ഈ കവറിലുള്ളതൊക്കെ അതിൻ്റെ തൈയാണ്. ഇതൊക്കെ തുർക്കിയുടെ അത്തി കേട്ടോ. ഇസ്രയേലത്തി ഉണ്ട്, അത് നമ്മളൊന്ന് ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തുർക്കിൻ്റെ അത്തിയാണ്. ഇതൊക്കെ ഫ്ലവർ ഒക്കെ അത്തിപ്പഴം ഉണ്ടാവാനുള്ള തൈകളാണ് ഇതൊക്കെ. കായ ഉണ്ടായി തുടങ്ങുമ്പോൾ ഇങ്ങനെ കുറേ ബ്രാഞ്ചസ് വേണം, എന്നാലേ ഒരുപാട് കായകൾ ഉണ്ടാവുള്ളൂ. നമ്മളിതൊക്കെ പ്രൂട്ട് ചെയ്തിട്ടും ലെയർ ചെയ്തിട്ടും ഇതിന് പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെ നിർത്തിയതാണ് ഇതൊക്കെ. അത്തിക്കും നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്ന ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ ഉഷാറാവും. ഞാൻ എന്താ വെച്ചാൽ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ ഇവിടെ നിന്ന് മാറ്റി വെച്ചിരുന്നു, വെയിലില്ലാത്തതുകൊണ്ട്. രണ്ടാമത് ഇങ്ങനെ ഉഷാറായിട്ട് വരികയാണിത്. കാരണം മഴ കൊണ്ടാലും മഴക്കാലത്ത് അത്തിയൊക്കെ ഒരു വളർച്ച ഉണ്ടാവില്ല. നല്ല വെയിൽ വേണം അത്തിക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ വെയിലിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഉഷാറായിട്ടുണ്ടാവും. ഇപ്പോൾ ഇന്നലെയൊക്കെ വളം ചെയ്തിട്ടുള്ളൂ. ഇനി ഒന്ന് ഉഷാറായിട്ട് വരും. ഞാൻ അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ചെയ്യേണ്ടത് ഉഷാറാണ്. അതുപോലെ നമ്മൾ എല്ലുപൊടി ഇട്ട് കൊടുക്കുക, വേപ്പ് മുന്നാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. അതുതന്നെ നല്ല ഉഷാറാവും. കണ്ടില്ലേ, ഇതൊക്കെ പ്രാവശ്യം കായ ഉണ്ടാവും. ഇതുമലൊക്കെ അത്തിപ്പഴം ഉണ്ടാവാനുള്ള തൈകളാണ്. അങ്ങനെ കഴിഞ്ഞ ഇതിൽ ലെയർ ചെയ്തെടുത്ത തൈയാണ് ഇതൊക്കെ. ഫുള്ള് ലെയർ ചെയ്തെടുത്ത തൈയാട്ടത് ഈ കാണുന്നത്. ഈ ചട്ടിയിൽ ഇതൊക്കെ ലെയർ ചെയ്തെടുത്ത് 1, 2, 3, 4, ഒരു 5-8 തൈകളുണ്ട് അത്തിൻ്റെ. പിന്നെ വലിയ തൈകളായിട്ടൊരു 3-4 ഉണ്ട്. പിന്നെ ഇസ്രായേലിൻ്റെ അത്തി അത് വേറെ ഉണ്ട്.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളെ തായ്പിങ്ക് പേര്. ഓക്കെ.